जय जय राम। श्री राम जय जय राम। श्री राम जय जय राम. വീരകർഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലാണ് ഗോപാലത്തും അത് കൊടുക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും രാമനാമം ചൊല്ലണം. പട്ടാഭിഷേകം പടം അത് അവരുടെ വീട്ടിലാണ്. അത്രയും വലിയ പടം വേറെ എവിടെ ഞങ്ങൾ കണ്ടില്ല, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മകന്റെ പേരും രാമചന്ദ്രൻ എന്നാണ്. അങ്ങനെ എല്ലാ നിലയ്ക്കും ഒരു രാമഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ നിന്ന് കുഞ്ഞിരാമേട്ടനെ നമ്മൾ ആ രാമനാമത്തില് ആദരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജയറാംജിയെ ആണ് ചുമതലപ്പെടുത്തുന്നത്. എല്ലാവരും കൈയടിക്കാം. അനേക തവണ അയോധ്യയിൽ പോയിട്ടുള്ള, ഇപ്പോൾ അന്ന് പങ്കെടുത്ത കർഷകരെ ആചരിക്കാൻ വേണ്ടി അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതില് നമ്മുടെ മണ്ണാർക്കാട് നിന്ന് 18 പേരാണ് പോകുന്നത്. അവർക്കുള്ള ട്രെയിന് റെഡിയായിട്ടുണ്ട്. അലഹബാദിൽ വെച്ച് മഹാകുംഭമേളയിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാനും അതിന്റെ കൂടുതലൊന്നും സംസാരിക്കാൻ വാക്കുകളില്ല. കാര്യം അത്രയ്ക്ക് ഒരു വൈബ്രേഷനിലാണ് ഇരിക്കുന്നത്. ആ ഒരു 84 ലക്ഷം യോനികളിലൂടെ പല ജന്തുക്കളായി ചത്തും ജീവിച്ചും പിറന്നും വന്നുകൊണ്ടുള്ള 84 ലക്ഷം യോനികളിൽ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ മനുഷ്യ ജന്മത്തില് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കുരുത്തം കെട്ടവർ എന്നല്ല പറയേണ്ടത്. കാരണം കുരുത്തം കെട്ടവർ എന്ന് പറയുമ്പോൾ അതിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിട്ടാ. ഗുരുത്വം കെട്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ സ്വയം അവര് തയ്യാറായില്ലെങ്കിൽ നമ്മുടെ സമൂഹം തയ്യാറാവണം എന്ന് മാത്രം ചെറിയൊരു സന്ദേശം പറയുകയാണ്. ഇത്തരം ഒരു ലൈവ് കാഴ്ചകൾ നമുക്ക് കാണാനും ഇതുപോലുള്ള സത്സംഗികളുടെ ഒപ്പം ഇരുന്ന് നാമം ജപിക്കാനും കിട്ടുന്ന അവസരം 100% തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുന്ന ഞാന് 3-4 വർഷമായിട്ട് ഈ ക്ഷേത്ര മുറ്റത്തിരുന്നുകൊണ്ട് നാമം ജപിക്കാനും സർവൈശ്വര്യ പൂജ നടത്താനും ഒക്കെ ചെറിയൊരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മഹാഭാഗ്യമായിട്ട് കൂട്ടുന്നു. ഇന്ന് ഇവിടെ ഈ സ്ക്രീനിൽ കണ്ട ഈ 2 മഹത് വ്യക്തികൾ, ധാരാളം ആളുകളെ കണ്ടു. ആരാണ് 2 പേരെന്ന് നമുക്കറിയാം. ഇന്ന് അവരില്ലെങ്കിൽ ഈ 500 വർഷത്തെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഈ കാത്തിരിപ്പിന് വിരാമം ആവുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാം. അപ്പോ പറഞ്ഞു കൊണ്ടുവന്നത് പഴഞ്ചേരിയിലെ അനുഭവം കൂടി വെച്ചിട്ടാണ്. അവിടെ ഇതേപോലെ അവിടെയുള്ള ഭക്തർക്ക് കൂടി ഒരു അവസരം കൊടുക്കുന്ന തരത്തില് ആദ്യം കമ്മിറ്റി തീരുമാനിക്കുകയും പിന്നെ അതിൽ നിന്ന് നട്ടലിന്റെ വില കമ്മി കൊണ്ട് അത് മാറ്റം വരികയും ചെയ്തു. മാത്രമല്ല, നമ്മുടെ ഒരു ഭക്തൻ അവിടെ തൊഴുകാൻ ചെന്നപ്പോൾ സ്വന്തം താപാട്ടിലേക്ക് കയറി വന്ന അധികാരത്തോടെ ചില വാക്കുകൾ ചിലരൊക്കെ പറഞ്ഞു എന്ന് കേട്ടു. അവർക്ക് അധപതനത്തിന്റെ നാന്ദി കുറിച്ചു എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ ഈ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. സരസ്വതി മുന്നോട്ട് വരാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. അദ്ദേഹം ആരായാലും അദ്ദേഹത്തെ തിരുത്താൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്ക് കഴിയുന്നില്ലെങ്കിൽ സമൂഹം അതിന് മുന്നിട്ടിറങ്ങേണ്ടി വരും എന്ന് മാത്രം എളിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഇവിടെ ആദരവൊക്കെ നടത്തുണ്ടായി. ആ അമ്മയുടെ ആ സന്തോഷാശ്രുക്കളാണോ ദുഃഖത്തിന്റെ അശ്രുക്കളാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും 2 വാക്ക് പറയണോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അവർ നീങ്ങിപ്പൊട്ടുകയാണ് ഉണ്ടായത്. അപ്പൊ കുട്ടികളെ പോലെയും അസുഖു എന്നുള്ള ആ വ്യക്തിയെ പോലെ അനേകായിരം കർഷകര് അന്ന് മുതൽക്ക് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ പുണ്യ മുഹൂർത്തത്തിന് ഇങ്ങനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ സനാതന ധർമ്മം, ഹൈന്ദവ ധർമ്മം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും തുടർന്നുള്ള പടികളിലേക്ക് നമുക്ക് ആരോടും വ്യക്തി വൈരാഗ്യമോ മറ്റു വൈരാഗ്യമോ ഒന്നും വെച്ച് നടക്കാൻ കഴിയേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യകതയുമില്ല. നമുക്കുള്ളത് സ്നേഹം മാത്രമാണ്. അപ്രധാനമായി അമ്മ എല്ലാ പ്രഭാഷകരും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്നേഹം. ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് സ്നേഹം കൊണ്ടാണ്. വൈരാഗ്യവും ശത്രുതയും ഉണ്ടാവാൻ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മതി. പക്ഷെ നമുക്കതല്ല വേണ്ടത്. നമ്മുടെ സനാതന ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് ഇത്തരം ക്ഷേത്ര സമുച്ചയങ്ങളിലൂടെ ഇത്തരം സത്സംഗങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ പിന്നെ ഒഴിച്ചു നിർത്തുന്ന ആരാ? ഭഗവാനാണ്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് ചെയ്യാനുള്ളത് നാമജപം തന്നെയാണ്. അതിൽ യാതൊരു
10-18 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. എന്നാലും അവൻ ഓരോരുത്തരും അവൻ പറഞ്ഞപ്പോൾ വിഷമുണ്ടായി. അത് നോക്കുമ്പോൾ സന്തോഷമായി. ഇവിടെ ഇരിക്കുന്നവരാരും ഇന്നത്തെ ഈ സുദിനത്തിന്റെ പ്രാധാന്യം അറിയാത്തവരല്ല. അറിഞ്ഞ് അതിന്റെ സായുജ്യം അടയാൻ വേണ്ടിയാണ് ശ്രീ പഴഞ്ചേരിയപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ഭക്തർ ഇന്ന് ശ്രീരാമജപത്തിൽ മുഴുകിയ ഈ ദിനത്തിന്റെ സായം സന്ധ്യയിൽ പഴഞ്ചേരിയപ്പന്റെ സന്നിധിയിൽ ഇവിടെ എത്തിച്ചേർന്ന് രാമനാമജപം ചൊല്ലി എല്ലാവർക്കും ശ്രീരാമന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ക്ഷേത്രാങ്കണങ്ങൾ, ക്ഷേത്ര പരിസരങ്ങൾ ഇത്തരം സത്സംഗങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ഭജനയ്ക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു നിൽക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. പഴഞ്ചേരിയപ്പൻ എല്ലാം കാണുന്നുണ്ട്. പഴഞ്ചേരിയപ്പൻ വേണ്ട സമയത്ത് കണ്ണു തുറക്കും. പഴഞ്ചേരിയപ്പൻ എല്ലാം ശരിയാക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥ ശ്രീരാമ ഭക്തരാരെന്ന് ഇന്ന് മനസ്സിലായി. ഓക്കെ, ഇനിയുള്ള അവസരങ്ങളിൽ നമ്മൾ വിളിക്കും. അപ്പം നിങ്ങൾ പൂർവാധികം ശക്തിയോടെ സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്ന എല്ലാവർക്കും വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ. രാമ രാമ രാം 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 ജയ രാമ രാമ രാം രാം രാം. രാമ രാമ രാം 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 ജയ രാമ രാമ രാം രാം രാം. ഹനുമാനെ
राम जय जय राम श्री राम जय 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 राम जय जय राम अनाथ रक्षक राम 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 आपद बांधव राम राम രാമായണത്തിലെ ബാലകാണ്ഡം പാരായണത്തോടെയാണ് ഇന്നത്തെ मारुति वंदित राम പരിപാടികൾ ആരംഭിക്കുന്നത്. मैथिली नंदन राम 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 मारुति वंदित राम 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 जय राम 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 जय राम 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 जय राम 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 जय राम 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 दशरथ नंदन राम 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 दशमुख मर्दन राम 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 दशरथ नंदन राम 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 दशमुख मर्दन राम 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 पशुपति रंजन राम 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 पाप विमोचन राम 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 पशुपति रंजन राम 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 पाप विमोचन ായിട്ടുള്ള അദ്ദേഹത്തിനെ ധീര കർഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലാണ് ഗോപാലത്തും അത് കൊടുക്കാൻ പോവാണ്. അപ്പം എല്ലാവരും രാമനാമം ചൊല്ലണം. പട്ടാഭിഷേകം പടം അത് അവരുടെ വീട്ടിലാണ്. അത്രയും വലിയ പടം വേറെ എവിടെ ഞങ്ങൾ കണ്ടില്ല, അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മകന്റെ പേരും രാമചന്ദ്രൻ എന്നാണ്. ഞാൻ എല്ലാ നിലയ്ക്കും ഒരു രാമഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ നിന്ന് കുഞ്ഞിരാമേട്ടനെ നമ്മൾ ആ രാമനാമത്തിലെ ആദരിക്കുകയാണ്. ഉള്ള ആദരം കൊടുക്കുന്നതിനായിട്ട് നമ്മൾ ബാലേട്ടനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അഡ്വക്കേറ്റ് ജയറാം ജിയെ ആണ് ചുമതലപ്പെടുത്തുന്നത്. എല്ലാവരും ഒന്ന് കൈയടിക്കാം. ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. ആദരം വാങ്ങുന്നത് അമ്മ വന്നിട്ടില്ലല്ലോ, അമ്മ വീട്ടിൽ കൊണ്ട് കൊടുക്കുമെന്ന് കൊടുത്താ മതി. സീതാദേവിയുടെ നാമത്തെ സാർത്ഥകമാക്കിയ ധന്യമാക്കിയ ആ കുടുംബത്തിലേക്ക് ഒരു ആദരം നമ്മൾ കൊടുക്കുകയാണ്. ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. കർഷകനായി പങ്കെടുത്ത നമുക്ക് എല്ലാവർക്കും വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ച അനേക തവണ അയോധ്യയിൽ പോയിട്ടുള്ള ഇപ്പോൾ അന്ന് പങ്കെടുത്ത കർഷകരെ ആദരിക്കാൻ വേണ്ടി അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളതില് നമ്മുടെ മണ്ണാർക്കാട് നിന്ന് 18 പേരാണ് പോകുന്നത്.
അവർക്കുള്ള ട്രെയിന് റെഡിയായിട്ടുണ്ട്. ഘടിപ്പിച്ചു. ധർമാചാര്യന്മാരുടെ സംഘടനയുണ്ടാക്കി മാർഗദർശക മണ്ഡലം എന്ന പേരിൽ ആ പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പേരിൽ അലഹബാദിൽ വെച്ച മഹാകുംഭമേളയിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കാനും അതിൻ്റെ രൂപത്തിന്റെ ആ സങ്കല്പം അവിടെ അവതരിപ്പിച്ചു. കാഞ്ചി കാമകോടി പീഠ മഠത്തിലെ അവിടെയുള്ള കാശിയിലുള്ള ആ മഠത്തിന്റെ അവിടെ സംഘടിപ്പിച്ചത് അന്ന് ആപ്പിള് പൊഴിക്കുന്ന ഒരു സ്റ്റീലിന്റെ കത്തി കിട്ടി. അതിന്റെ പേരിൽ അയാളെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ തടഞ്ഞു. ആ തടഞ്ഞപ്പോ പോലീസ് പ്രവേശിക്കാതെ ആ ബലപ്രയോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. രാഘവരാമ ശ്രീരഘുരാമ സീതാഭിരാമ സീതാഭിരാമ, രാജാതിരാജനായി ലോകവും വാഴുന്ന രാമ രാമ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. ആനന്ദരാമ ആതങ്കനാശ ലോകാഭിരാമ ലോകാഭിരാമ, ജീവിതയാഗത്തിൽ രക്ഷ ചെയ്യാൻ ഞാൻ വിളിക്കുന്നു രാമ രാമ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കോമളരാമ ശ്യാമളരാമ ശ്രീരാമ രാമ കോമളരാമ ശ്യാമളരാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ. എന്നും അയോധ്യ പോലെന്നോട് നെഞ്ചിൽ നീ വാഴണേ രാമ രാമ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കാരുണ്യരാമ കാര്യങ്ങൾക്കെന്തിനു കാരണമായ രാമ കാരണമായ രാമ. കൗസല്യമാലക കൈവല്യദായക കാക്കണേ രാമ രാമ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. ഹനുമാൻ നിത്യം ഭജിക്കും കീർത്തിമാനായ രാമ കീർത്തിമാനായ രാമ. പ്രാർത്ഥന കേട്ട് വിളിപ്പുറത്തമ്മനെ പാകിനാം രാമ രാമ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കാനനമെല്ലാം പൂവനമാക്കിയ ജാനകി വല്ലഭനെ ജാനകി വല്ലഭനെ, കാനനമെല്ലാം പൂവനമാക്കിയ ജാനകി വല്ലഭനെ ജാനകി വല്ലഭനെ. തുഞ്ചൻപറമ്പിലെ പഞ്ചവർണ്ണക്കിളി പാടുന്നു രാമ രാമ. വില്ലുമൊമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നോരാ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ശ്രീരാമന്റെ നാമം പാടിക്കൊണ്ടാണ് രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകി മഹർഷിയായത്. 24,000 ശ്ലോകങ്ങളിലൂടെ രാമായണ ഗ്രന്ഥം രചിച്ചു. ഇന്നലെ നിങ്ങൾ TV-യിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാമായിരുന്നു. വാൽമീകി ആശ്രമമുണ്ട് അയോധ്യയില്, ഞാൻ കണ്ടിട്ടുണ്ട്. ആ ആശ്രമത്തിനകത്ത് ഈ രാമായണത്തിലെ 24,000 ശ്ലോകം രാമ രാമ രാം 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 ജയ രാമ രാമ രാം രാം രാം. സംസാരിക്കാൻ വാക്കുകളില്ല. കാര്യം അത്രയ്ക്ക് എന്താ ഒരു വൈബ്രേഷനിലാണ് ഇരിക്കുന്നത് ആ ഒരു ഇതിൽ. എല്ലാവർക്കും വാക്കുകളിൽ ഒതുങ്ങാത്ത സന്തോഷത്തിന്റെ ആനന്ദാശ്രുക്കള് പൊഴിച്ചുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഗുരുക്കന്മാര് ഋഷീശ്വരന്മാര് നമുക്ക് തന്ന വരദാനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മുടെ ഗുരുക്കന്മാര് നമുക്ക് പകർന്നു തന്നിട്ടുള്ള അറിവിന്റെ ശകലങ്ങള് നമ്മുടെ ജീവിതത്തില് അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മനുഷ്യജന്മം കൊണ്ട് 84 ലക്ഷം യോനികളിലൂടെ പല ജന്തുക്കളായി ചത്തും ജീവിച്ചും പിറന്നും വന്നുകൊണ്ടുള്ള 84 ലക്ഷം യോനികളിൽ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഈ മനുഷ്യജന്മത്തില് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കുരുത്തം കെട്ടവർ എന്നല്ല പറയേണ്ടത്. കാരണം കുരുത്തം കെട്ടവർ എന്ന് പറയുമ്പോൾ അതിന്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാ. ഗുരുത്വം കെട്ടവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ സ്വയം അവര് തയ്യാറായില്ലെങ്കിൽ നമ്മുടെ സമൂഹം തയ്യാറാവണം എന്ന് മാത്രം ചെറിയൊരു സന്ദേശം പറയുകയാണ്. ചെറിയൊരു അനുഭവം പറയാം. ഞാനും നമ്മുടെ നാരായണൻകുട്ടിയേട്ടനൊക്കെ അനവധി കാലമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടറയില് ഒരു കുടുംബ ഹോട്ടല്, അവിടുത്തെ ഒരു കാരണവര് പറയേണ്ടായി ഒരു അനുഭവം. ഒരു പ്രസ്ഥാനത്തിന്റെ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഈ പകൽ പോലെ സത്യമായിട്ടുള്ള അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കോട്ടപ്പുറം തിരുവനങ്ങാട്ട് കാവില് നമ്മുടെ ഗുരുനാഥന്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാണ്. പ്രതിഷ്ഠാ ദിനം ഇന്ന് അവിടെ നടക്കുകയാണ്. അത് പ്രധാനമല്ലാഞ്ഞിട്ടല്ല ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇത്തരം ഒരു ലൈവ് കാഴ്ചകൾ നമുക്ക് കാണാനും ഇതുപോലുള്ള സത്സംഗികളുടെ ഒപ്പം ഇരുന്ന് നാമം ജപിക്കാനും കിട്ടുന്ന അവസരം 100% തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കുന്ന ഞാന് 3-4 വർഷമായിട്ട് ഈ ക്ഷേത്ര മുറ്റത്തിരുന്നുകൊണ്ട് നാമം ജപിക്കാനും സർവൈശ്വര്യ പൂജ നടത്താനും ഒക്കെ ചെറിയൊരു അനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മഹാഭാഗ്യമായിട്ട് കൂട്ടുന്നു. ഇന്ന് ഇവിടെ ഈ സ്ക്രീനിൽ കണ്ട ഈ 2 മഹത് വ്യക്തികൾ, ധാരാളം ആളുകളെ കണ്ടു. ആരാണ് 2 പേരെന്ന് നമുക്കറിയാം. ഇന്ന് അവരില്ലെങ്കിൽ ഈ 500 വർഷത്തെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഈ കാത്തിരിപ്പിന് വിരാമം ആവുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാം. അപ്പോ പറഞ്ഞു കൊണ്ടുവന്നത് പഴഞ്ചേരിയിലെ അനുഭവം കൂടി വെച്ചിട്ടാണ്. അവിടെ ഇതേപോലെ അവിടെയുള്ള ഭക്തർക്ക് കൂടി ഒരു അവസരം കൊടുക്കുന്ന തരത്തില് ആദ്യം കമ്മിറ്റി തീരുമാനിക്കുകയും പിന്നെ അതിൽ നിന്ന് നട്ടലിന്റെ ബലക്കമ്മി കൊണ്ട് അത് മാറ്റം വരികയും ചെയ്തു. മാത്രമല്ല, നമ്മുടെ ഒരു ഭക്തൻ അവിടെ തൊഴുകാൻ ചെന്നപ്പോൾ സ്വന്തം തറവാട്ടിലേക്ക് കയറി വന്ന അധികാരത്തോടെ ചില വാക്കുകൾ ചിലരൊക്കെ പറഞ്ഞു എന്ന് കേട്ടു. അവർക്ക് അധപതനത്തിന്റെ നാന്ദി കുറിച്ചു എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവരുടെ സഹതാപം മാത്രമേ ഉള്ളൂ. നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മുടെ ഈ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. സരസ്വതി മുന്നോട്ട് വരാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. അദ്ദേഹം ആരായാലും അദ്ദേഹത്തെ തിരുത്താൻ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർക്ക് കഴിയുന്നില്ലെങ്കിൽ സമൂഹം അതിന് മുന്നിട്ടിറങ്ങേണ്ടി വരും എന്ന് മാത്രം എളിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം കൂടി ഇവിടെ ആദരവൊക്കെ നടത്തേണ്ടായി. ആ അമ്മയുടെ ആ സന്തോഷാശ്രുക്കളാണോ ദുഃഖത്തിന്റെ അശ്രുക്കളാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും 2 വാക്ക് പറയണോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ അവർ നീങ്ങിപ്പൊട്ടുകയാണ് ഉണ്ടായത്. അപ്പൊ കുട്ടിയേട്ടനെ പോലെയോ
ഇപ്പോ ആ സുഹു അല്ലെ, ആ സുഹു എന്നുള്ള ആ വ്യക്തിയെ പോലെ അനേകായിരം കർസേവകര് അന്ന് മുതൽക്ക് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ പുണ്യ മുഹൂർത്തത്തിന് ഇങ്ങനെ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇതിനൊക്കെ സനാതന ധർമ്മം, ഹൈന്ദവ ധർമ്മം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും തുടർന്നുള്ള പടികളിലേക്ക് നമുക്ക് ആരോടും വ്യക്തി വൈരാഗ്യമോ മറ്റ് വൈരാഗ്യമോ ഒന്നും വെച്ച് നടക്കാൻ കഴിയേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യകതയുമില്ല. നമുക്കുള്ളത് സ്നേഹം മാത്രമാണ്. അമൃതാനന്ദമയി അമ്മ എല്ലാ പ്രഭാഷകരും പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്, സ്നേഹം. ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത് സ്നേഹം കൊണ്ടാണ്. വൈരാഗ്യവും ശത്രുതയും ഉണ്ടാവാൻ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മതി. പക്ഷെ നമുക്കതല്ല വേണ്ടത്. നമ്മുടെ സനാതന ധർമ്മത്തെ നിലനിർത്തിക്കൊണ്ട് ഇത്തരം ക്ഷേത്ര സമുച്ചയങ്ങളിലൂടെ ഇത്തരം സത്സംഗങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ പിന്നെ ഒഴിച്ചു നിർത്തുന്ന ആരാ? ഭഗവാനാണ്. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് ചെയ്യാനുള്ളത് നാമജപം തന്നെയാണ്. അതിൽ യാതൊരു സത്സംഗവും തർക്കവുമില്ല. ഇത്തരം സത്സംഗങ്ങളിലൂടെ നാമജപവുമായിട്ട് മുന്നോട്ട് പോവുക, അതാണ് നമ്മുടെ പ്രതിഷേധം. അതിലൂടെയാണ് നമ്മുടെ ഓരോ രംഗത്തും ഉള്ള വളർച്ച കൈവരിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. കാരണം കായിക ബലമല്ല, നമ്മുടെ ആത്മീയ ബലമാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നും അങ്ങനെ വർദ്ധിപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികളൊക്കെ അന്യം നിന്ന് പോകുന്ന പല അവസ്ഥകളും നമുക്ക് കാണുന്നുണ്ട് അല്ലെ. ഏറ്റവും ഉദാഹരണം മൊബൈലിന്റെ ദുരുപയോഗം തന്നെയാണ്. നല്ല നല്ല കാര്യങ്ങൾ അതിൽ ഇല്ലായിട്ടല്ല, സമയം വൈകിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീട്ടിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാ? ചിലപ്പോൾ 2-2:30 ക്ഷേത്രത്തിലാവുമ്പോൾ എന്താ അറിയില്ല 12:30 മണിക്ക് കയ്യിൽ നോക്കണം. അതിനൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരണം. കാരണം അതിനാണ് നമുക്ക് ഋഷീശ്വരന്മാരും ആചാര്യന്മാരൊക്കെ നല്ല നല്ല തത്വങ്ങൾ പറഞ്ഞു തരുന്നത്. അത് നമ്മൾ കേട്ട പോരാ, കേട്ട് കളയാനായിട്ട് പലരും സത്സംഗത്തിന് വരാനുണ്ട്. കേട്ട് ഉൾക്കൊള്ളുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ വളനാട്ടുകാവിലെ അമ്മയുടെ, അത് ഞാൻ പറഞ്ഞില്ല, അത് പറയാതെ വിടുന്നത് ഞാൻ എന്റെ ധർമ്മത്തോട് ചെയ്യുന്ന എന്റെ മകൻ 18 വയസ്സേ ആയിട്ടുള്ളൂ. അവന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് പോയത്. എന്നാലും അവൻ ഓരോരുത്തരും അവൻ പറഞ്ഞപ്പോൾ വിഷമുണ്ടായി. അത് നോക്കുമ്പോൾ സന്തോഷമായി. തന്നെ എനിക്ക് പറയാം. ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം, ശ്രീരാം ജയ രാം ജയ ജയ രാം. ഇന്നത്തെ ഈ പരിപാടിക്ക് കൈകളിലെത്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നൊരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. രാഘവ രാമ ശ്രീ രഘുരാമ സീതാഭിരാമ സീതാഭിരാമ, രാജാതിരാജനായി 7 ലോകവും വാഴുന്ന രാമ രാമ. വില്ലുമൊങ്കും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നൊരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. ആനന്ദരാമ ആനന്ദനാശ ലോകാഭിരാമ ലോകാഭിരാമ, ജീവിതയാഗത്തിൽ രക്ഷ ചെയ്യാൻ ഞാൻ വിളിക്കുന്നു രാമ രാമ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നൊരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കോമള രാമ ശ്യാമള രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ, കോമള രാമ ശ്യാമള രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ. എന്നും അയോധ്യ പോലെന്നോട് നെഞ്ചിൽ നീ വാഴണേ രാമ രാമ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നൊരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. വില്ലുമമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ, കല്ലായിരുന്നൊരാവല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ. കാരുണ്യരാമ കാര്യങ്ങൾക്കെന്തിനു കാരണമായ രാമ, രാഘവ രാജാ രാം,
पावन सीताराम जानकी रमणा सीताराम जय जय राघव राजा राम रघुपति राघव राजा रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम रघुपति राघव राजा राम पतित पावन सीताराम रघुपति ഒരിക്കൽ കൂടി ഞാൻ നമസ്കാരം പറയുന്നു. ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ രാമനാമം എന്ന് മാത്രമല്ല, ദേവന്റെ പേര് പറഞ്ഞ് നടത്തുന്ന ഏതൊരു നാമവും നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ഭാവിക്കും ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഇരിക്കുന്നവരാരും ഇന്നത്തെ ഈ സുദിനത്തിന്റെ പ്രാധാന്യം അറിയാത്തവരല്ല. അറിഞ്ഞ് അതിന്റെ സായുജ്യം അടയാൻ വേണ്ടിയാണ് ശ്രീ പഴഞ്ചേരിയപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. എങ്കിലും ഒരു ഒത്തുചേരലിന്റെ സുഖം പകരുന്നതിന് വേണ്ടി നമ്മൾ ചിലരെങ്കിലും ഈ ദിവസത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് അനിവാര്യമാണെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഡോക്ടർ AK ജയചന്ദ്രൻ നമ്മളോടൊന്ന് സംസാരിക്കും. ജയ് ശ്രീരാം. ഏവർക്കും നമസ്കാരം. 500 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമുള്ള സുദിനമാണിന്ന്. ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ ഈ സുദിനത്തിൽ ജീവിക്കുവാനും അത് കാണുവാനുമുള്ള ഭാഗ്യമുണ്ടായത് ദൈവപുണ്യമായി ജന്മപുണ്യമായി കണക്കാക്കി അതിനോട് ജഗദീശ്വരനോട് നമ്മൾ ഓരോരുത്തരും നന്ദി പറയേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ഭക്തർ ഇന്ന് ശ്രീരാമ ജപത്തിൽ മുഴുകിയ ഈ ദിനത്തിന്റെ സായം സന്ധ്യയിൽ പഴഞ്ചേരിയപ്പന്റെ സന്നിധിയിൽ ഇവിടെ എത്തിച്ചേർന്ന് രാമനാമ ജപം ചൊല്ലി എല്ലാവർക്കും ശ്രീരാമന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ക്ഷേത്രാങ്കണങ്ങൾ, ക്ഷേത്ര പരിസരങ്ങൾ ഇത്തരം സത്സംഗങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ഭജനയ്ക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളത് നമ്മൾ
ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ പ്രദേശത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒന്നിച്ചു നിൽക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. പഴഞ്ചേരിയപ്പൻ എല്ലാം കാണുന്നുണ്ട്. പഴഞ്ചേരിയപ്പൻ വേണ്ട സമയത്ത് കണ്ണു തുറക്കും. പഴഞ്ചേരിയപ്പൻ എല്ലാം ശരിയാക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭജനയാവുകൊണ്ട് ഒരു പാട്ടിന്റെ 2 ലൈൻ പാടാം. എനിക്ക് പാട്ട് താല്പര്യമുണ്ട്. സൗണ്ട് ഇല്ലെങ്കിലും 2 ലൈൻ പാടാം. രാമ 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 जानकी जाने राम जानकी जाने कदल निदानम नादम जाने मोक्ष कवाड़म नादम जाने जानकी जाने राम 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 जानकी जाने राम. 1000 ആളായിട്ടാണ് കാണുന്നത്. ഒരാളെ 1000 ആളായിട്ട് കാണാനുള്ള ഒരു തുടിപ്പാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഞാൻ അകലത്തെയാണ് വിശ്വസിക്കുന്നത്. നാളെയും ഇതുപോലുള്ള സൽകർമ്മങ്ങളിൽ, സുഹൃത്ത് സംഗമങ്ങളിൽ, സൽസംഘങ്ങളിൽ ഹൃദയം തുറന്ന് പങ്കെടുക്കുന്നതിനും യാതൊരു തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ദേവനാമം ഉരുവിടുന്നതിനും ഇവിടെ കൂടിയ എല്ലാവരും സന്നദ്ധരാവണം. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റു ക്ഷേത്രങ്ങളിലും ഇതുപോലെ പങ്കുവെക്കൽ നടക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാനുള്ള തുറന്ന മനസ്സായിരിക്കട്ടെ ഈ തച്ചനാട്ടുകരയുടെ ജീവൻ അല്ലെങ്കിൽ ചൈതന്യം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്ന ഓരോരുത്തരോടും ഈ വേളയിൽ പങ്കെടുത്ത് മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, ചിന്ത തുറന്ന് ഇവിടെ ഇരുന്നതിനുള്ള ഞാൻ നന്ദി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഒറ്റ വാക്കുകൂടെ അത് പറയാൻ എന്നെ സഹായിക്കുന്ന എൻ്റെ പേര് തന്നെയാണ്. ഇന്ന് ലോകമാകമുള്ള ജനങ്ങളെ എൻ്റെ പേര് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ അഹങ്കരിക്കാം. അങ്ങനെയാണ് ഞാൻ അഹങ്കരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ ഒരു ദിവസം ഇത്രയെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ, ഇത്രയെങ്കിലും ഒരു പുണ്യകർമ്മത്തിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ നമ്മളൊന്നും ഉണർത്തിയ ഒരു അമ്മയുടെ കണ്ണ് നിറഞ്ഞതാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു ആദരം കൊടുക്കാൻ ഒരു കാരണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാമജന്മഭൂമിയുടെ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രം ഉയർത്തുന്നതിനായിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ട് ഏകദേശം 500 വർഷമായി. അതായത് ഒരു 7, 8, 9 തലമുറകളുടെ പ്രയത്നത്തിന്റെ ഫലമായാണ് ഇന്ന് നമ്മൾ ഒരു പ്രാണപ്രതിഷ്ഠയിലൂടെ നമ്മൾ അവസാനിപ്പിച്ച ആ ഒരു രംഗം. അപ്പൊ ആ ഒരു പോരാട്ടം എന്ന് പറയുന്നത് അനേകം ദേശഭക്തരുടെ, രാമഭക്തരുടെ ധീരമായിട്ടുള്ള നിരവധി തലമുറകളിലൂടെ നടത്തിയ പല തരത്തിലുള്ള അവരുടെ മുന്നേറ്റമാണ്. അപ്പൊ അതില് പങ്കെടുക്കാൻ, ഒരു സമയത്ത് പങ്കെടുത്ത ആളുകളിലെ നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ നിന്നും 2 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെ അഭിമാനപ്പെടുത്തുന്ന ഒരു കാര്യം. അദ്ദേഹം വിഗ്രഹം അവിടെ സ്ഥാപിക്കപ്പെടുക എന്നുള്ള ആ ലക്ഷ്യപൂർത്തിക്കായി പ്രവർത്തിച്ചതിന്റെ പേരിൽ നിരവധി തവണ, നിരവധി ദിവസങ്ങൾ ജയിലിൽ കിടന്നു, പല ജയിലുകളിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തൊട്ട അടുത്ത അമ്പലത്തിലെ തരാട് മഹാദേവി ക്ഷേത്രത്തിൽ ഇന്ന് താലപ്പലി ഉത്സവമാണ്. അവിടെ അദ്ദേഹം വിട്ടുനിൽക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് നമ്മൾ എല്ലാവരുടെയും ഒരു സ്മരണ ഉണ്ടായിരിക്കും. അദ്ദേഹം ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ ഈ പഴഞ്ചേരി അപ്പന്റെ സമീപത്വമുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ആ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ അയോധ്യയിലേക്ക് തീവണ്ടി മാർഗവും കാൽനടയായും
അങ്ങനെ വഴിയറിയാതെ ആഹാരമില്ലാതെ അങ്ങനെ സഞ്ചരിച്ച് അവിടെ എത്തി. അവനും ആ പറയുന്ന സഹോദരൻ കൃഷ്ണദാസും ജയിലിലാക്കപ്പെട്ടു, അല്ലെങ്കിൽ അനേകം യാതനകൾ അനുഭവിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അന്ന് ആ വീട്ടുകാർക്ക് വലിയ വിഷമമുണ്ടായി. കാരണം തിരിച്ചെത്തിയപ്പോൾ ദേഹത്തൊക്കെ പലയിടത്തും അടി കൊണ്ടിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അവരുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഇന്ന് പക്ഷേ അന്നത്തെ ആ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് അവരിപ്പോൾ വളരെ വളരെ സന്തോഷത്തിലാണ്. അവരത്യധികം ആനന്ദത്തിലാണ്. കാരണം അന്ന് ആ കുട്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു ഫലം ആയിട്ടാണ് ഇന്നത്തെ ഒരു സാർത്ഥകമായിട്ടുള്ള ഈ ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. ഇപ്പം ലോകമെങ്ങും കൊണ്ടാടുന്ന ആ ഒരു കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പങ്കെടുത്തു, കൃഷ്ണദാസൻ പങ്കെടുത്തു എന്നുള്ളത് നമ്മളെല്ലാവരുടെയും അഭിമാനമായതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആദരമായിട്ട് ആ അമ്മയ്ക്ക് ഒരു ചെറിയ ഉപഹാരം നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ആ അമ്മയെ ശ്രീരാമനാമത്തിൽ ഈ പഴഞ്ചേരിയപ്പൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഭക്തജനങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് ഒരു ചെറിയ ഉപഹാരം നൽകുകയാണ്. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ ജയേന്ദ്രൻ സാറിനെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. അത് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും രാമനാമം ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി വേറൊരു കാര്യം കൂടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ രാമന്മാരെയും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ ഒരു ദൗത്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാമ എന്ന ശബ്ദത്തിന് അത്രയേറെ വലിയ ഊർജമുള്ള പേരാണ്. നമ്മൾ സഹസ്രനാമം ചൊല്ലാറുണ്ട് അമ്പലത്തിൽ വന്നിട്ട് 1000 നാമങ്ങൾ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരു ആസൂത്രണം നടത്തിയ അതിൻ്റെ ഒരു സംയോജകൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടുപേരിനെ നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്. അയോധ്യ എന്നാണ് പേര്. അയോധ്യ എന്നുള്ള പേരിൽ ഇവിടെ എവിടെയും ഞാൻ വീട്ടുപേരും കണ്ടിട്ടില്ല. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ മാതാപിതാക്കന്മാര് ഒരു ആധ്യാത്മിക അന്തരീക്ഷം അവരുടെ കുടുംബത്തിൽ സന്നിവേശിപ്പിക്കാനായിട്ട് ബോധപൂർവം അവരിട്ട പേരുകളാണ് ഇതെല്ലാം. വെറുതെ ഒരു പേരിട്ടതല്ല, ടിൻഡുമോൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇട്ടുള്ള ഒരു പേരല്ല. അപ്പൊ അതുകൊണ്ട് അയോധ്യയിലുള്ള ആ ശ്രീരാമക്ഷേത്രം ഉയരുന്ന സമയത്ത് നമ്മുടെ പഴഞ്ചേരി അപ്പൻ്റെ ഏറ്റവും അടുത്ത വീട്ടിലെ അയോധ്യയിലുള്ള ശ്രീരാമചന്ദ്രൻ എന്ന പേരിലുള്ള ആ രാമഭക്തനെ നമ്മൾ ഒരു ചെറിയ ഉപഹാരം നൽകി ആദരിക്കുന്നു. അത് കൊടുക്കും. ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം ശ്രീരാം ജയ രാം ജയ ജയ രാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഒന്ന് പറയട്ടെ. ഒന്നുകിൽ ആരൊന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ കൂടിയവരുടെ മനസ്സിന്റെ നന്മ അല്ലെങ്കിൽ പഴഞ്ചേരിപ്പൻ്റെ അനുഗ്രഹം, അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയൊന്നും ഇപ്പം അന്നും ഇപ്പം എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ അയോധ്യയിൽ പോയ ആളാണ് കേട്ടോ. എൻ്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു. ഇന്ത്യ മുഴുവൻ കണ്ട ആളാണ്. ഒരു പാവ മനുഷ്യനാണെങ്കിലും നാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ വിവരം അദ്ദേഹത്തിനുണ്ട്. അറിഞ്ഞിട്ടതാണോ അറിയാതിട്ടതാണോ എന്നറിയില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ കൂടിയപ്പോൾ ഇത് വാങ്ങണ്ടെന്ന് പറയാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മൾ ഇതുപോലെ കുറേ പേർക്ക് നമ്മൾ ഇവിടെ കൊടുക്കാനുണ്ട്. അവർക്കുള്ള ഉപഹാരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ അവരുടെ വീടുകളിൽ പോയിട്ട് അവരുടെ
എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് അത് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ 2 പേർക്ക് ഇവിടെ കൊടുത്തു എന്ന് മാത്രം. നമുക്ക് ഇതോടൊപ്പം തന്നെ രാമന്മാരെ മാത്രമല്ല ഞങ്ങൾ അന്വേഷിച്ചത്, സീതമാരെയും അന്വേഷിച്ചു. കാരണം രാമനെ അന്വേഷിക്കുമ്പോഴൊക്കെ നമ്മൾ സീതയെ കൂടാതെ ഉണ്ട് ഒരു രാമൻ എന്ന് രാമായണത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയും. അതുകൊണ്ട് സീതയും അന്വേഷിച്ചിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന അമ്മയുടെ വീട്ടിലെ രാമനും ഉണ്ട് സീതയും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മളെ വ്യക്തമാക്കി. മകന്റെ പേര് ജയറാം എന്നാണ്. ജയറാമേട്ടനോട് പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ പെൺകുട്ടിയുടെ പേര് മൈഥിലി എന്നാണ്. സീതയുടെ പേരാണ് അവരിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ അങ്ങനെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കുറേ സീതമാരുണ്ടെന്നും മനസ്സിലായി. കുണ്ടൂർക്കുന്ന ഒരു വീട്ടിൽ പോയപ്പോഴാണ് 1 വയസ്സായ ഒരു കുട്ടിയെ കണ്ടു. എന്താ പേര് ചോദിച്ചപ്പോൾ വൈദേഹി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ സീതമാരെ കൊണ്ടും രാമന്മാരെ കൊണ്ടും ധന്യമായിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. എത്രയോ രാമകൃഷ്ണന്മാരെ കുഞ്ഞിലുള്ള ഏതെങ്കിലും സത്സംഗങ്ങളിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ സന്തോഷത്തിലിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ എല്ലാ തിരക്കും മാറ്റിവെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി, സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ ഈ പ്രോഗ്രാമിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഇവിടെ മൈക്ക് സെറ്റ് കാര്യങ്ങൾ, പിന്നെ ചെയർ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥ ശ്രീരാമ ഭക്തരാരെന്ന് ഇന്ന് മനസ്സിലായി. ഓക്കെ, ഇനിയുള്ള അവസരങ്ങളിൽ നമ്മൾ വിളിക്കും. അപ്പം നിങ്ങൾ പൂർവാധികം ശക്തിയോടെ സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ.
ഹരേ ഹരേ